വേതനവും തൊഴിൽ ദിനങ്ങളും വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി ഇടുക്കിയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുത്തനെ വർദ്ധിച്ചതും പ്രതികൂല കാലാവസ്ഥയിൽ കാർഷിക വിളകളുടെ ഉത്പാദനം കുറഞ്ഞതും ഹൈറേഞ്ചിലെ കർഷകർക്ക് തിരിച്ചടിയായതിനെ തുടർന്നാണ് തൊഴിൽ ദിനവും വേതനവും വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായത്. ഇതുവരെ ഞങ്ങൾ തൊഴിലുറപ്പിൽ 4 മാസത്തോളം വെറുതെ ഇതുവരെ ഞങ്ങൾക്ക് പൈസ കയറി വന്നിട്ടില്ല. ഒരു കാലിച്ചായ കുടിക്കാൻ പോലും നമ്മളെ കാശില്ല. തൊഴിലുറപ്പ് വേതനം 600 രൂപയായി വർദ്ധിപ്പിക്കണമെന്നും തൊഴിൽ ദിനങ്ങൾ വർഷത്തിൽ 200 ആക്കണമെന്നുമുള്ള ആവശ്യമാണ് തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇരട്ടിയായി വർദ്ധിച്ചതിനെ തുടർന്ന് അവശ്യ വസ്തുക്കൾ വാങ്ങാൻ നട്ടം തിരിയുകയാണെന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾ പറയുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ഏലം കൃഷി നശിക്കുകയും ഏലത്തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്നവർക്ക് ജോലികൾ നഷ്ടപ്പെട്ട സാഹചര്യത്തിലുമാണ് തൊഴിലുറപ്പ് ദിനങ്ങളും വേതനവും വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം തൊഴിലാളികൾ ഉന്നയിക്കുന്നത്. കർഷക ക്ഷീര മേഖലയിലേക്ക് തൊഴിലുറപ്പ് പദ്ധതികൾ പ്രയോജനപ്പെടുത്തണമെന്നാണ് പ്രധാന ആവശ്യം. 2 മാസമായിട്ടും നമുക്ക് പണിയുടെ കാശ് കിട്ടിയിട്ടില്ല തൊഴിലുറപ്പ് പദ്ധതിയുടെ. അതിനായിട്ട് ഇതിൻ്റെ തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊഴിലാളിയുടെ 10 അവകാശങ്ങളാണ് ഇതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത്. അതിൻ്റെ അകത്ത് 8-9 ഖണ്ഡികയ്ക്കകത്ത് പറഞ്ഞേക്കുന്നത് തൊഴിൽ ചെയ്ത് 15 ദിവസത്തിനകം കൂലി ലഭിക്കാനുള്ള അവകാശം തൊഴിലാളികളുടെ അവകാശമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 15 ദിവസത്തിനകം കൂലി ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരം ലഭിക്കാനുള്ള അവകാശം എന്നും പറഞ്ഞിട്ടുണ്ട്. ഞാനതനുസരിച്ച് 2 മാസത്തെ തൊഴിലിൻ്റെ വേതനം കിട്ടുന്നില്ല എന്ന് കാണിച്ച് ഞാൻ എൻ്റെ ഏക്കട് പഞ്ചായത്ത് ഫ്രണ്ട് ഓഫീസിൽ പോയി പരാതി സമർപ്പിച്ചിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട അധികാരികൾ അതിന് നഷ്ടപരിഹാരം തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ഡിസംബറിന് ശേഷം തൊഴിലാളികൾക്ക് വേതനം ലഭിച്ചിട്ടില്ല. ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള സമയത്ത് ചെയ്ത തൊഴിലിന്റെ വേതനം 10 ദിവസത്തിനുള്ളിൽ ലഭിച്ചിരുന്നു. ഡിസംബറിന് ശേഷം 2 മാസമായി വേതനം ലഭിക്കാത്തതിനാൽ തൊഴിലാളികൾ വലിയ ബുദ്ധിമുട്ടിലാണ്. കാർഷിക മേഖലയായ ഇടുക്കിയിൽ ഈ വർഷത്തെ തൊഴിലുറപ്പ് പദ്ധതികളിൽ കാർഷിക ജോലികൾക്ക് പ്രഥമ പരിഗണന നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് മലയാളം, ഇടുക്കി.